കണ്ടോ ചേച്ചി, സുഗുണയ്ക്ക് മാനസിയോട് എന്തൊരു സ്നേഹ. അതുപോട്ടെ ചേച്ചി, ആ നെക്ലസ് ഒരു 5 പവൻ ഉണ്ടാവില്ലേ? സ്നേഹവും മണ്ണാങ്കട്ടിയൊന്നുമില്ല. അമ്മയില്ലാത്ത കുഞ്ഞല്ലേന്ന് സഹതാപം കൊണ്ട് ചെയ്യാ. ആ വിഷമം ഉണ്ടാവേണ്ടെന്ന് കരുതിയാ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെയോ? ജോത്സരെ, മുഹൂർത്തത്തിന് നാളെ കുറിച്ചാട്ടെ. പെണ്ണിന്റെയും ചെക്കന്റെയും ജാതകത്തിൽ എല്ലാം നന്നായിട്ടുണ്ട്. ഇവരുടെ ജന്മനക്ഷത്ര പ്രകാരം നോക്കുമ്പോഴും ജനിച്ച നക്ഷത്ര പ്രകാരം നോക്കുമ്പോഴും ഈ മാസം 10-ാം തീയതി അല്ലെങ്കിൽ 18-ാം തീയതി കല്യാണം കഴിച്ചാൽ സകല സൗഭാഗ്യത്തോടും കൂടി ഇവര് സന്തോഷമായി ജീവിക്കും. അതുകൊണ്ട് നിങ്ങൾ ഏത് നാളാണോ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മുഹൂർത്ത തീയതി കുറിക്കാം. പിന്നെ ജോത്സരെ, 10-ാം തീയതി തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ കല്യാണം എവിടെ വെച്ചാ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പത്രം എഴുതും. മറവൂർ മുരുകൻ AC കല്യാണ മണ്ഡപം. വേണ്ട ചേട്ടാ, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കല്യാണം നടത്താം. നമുക്കുള്ളത് ഒരേ ഒരു മോളല്ലേ. സ്വന്തം വീട്ടിൽ കല്യാണം നടത്തുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താ സുഗണി ഇത്? അന്ന് നിന്റെയൊക്കെ കല്യാണം ഇവിടെ നടന്നു, ഇപ്പോഴും അതുപോലെ നടക്കണമെന്ന് പറഞ്ഞ? എന്റെ പേരന്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. AC മണ്ഡപത്തിൽ തന്നെ കല്യാണം വേണം. ഇതെന്തെങ്കിലും ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ അവിടെ ചെയ്യാമായിരുന്നു. ഇത് നമ്മുടെ വീട്ടിലെ കല്യാണമല്ലേ. വന്നിട്ട് പോകുന്നവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് മറന്നിട്ട് പോകുന്നവർക്ക് വേണ്ടിയോ ചെയ്യുന്നതല്ല. ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി നടത്തുന്നതാ. എല്ലാവർക്കും എപ്പോഴും ഇത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ചേട്ടാ. ഓരോ പെണ്ണിന്റെ ജീവിതവും കല്യാണത്തിന് ശേഷമാണ് പുതിയതായി തുടങ്ങുന്നത്. ഈ വീടിനേക്കാളും ഒരു നല്ല സ്ഥലം എവിടെയാ ഉള്ളത് അല്ലേ? ഇവിടെയാ ജനിച്ചത്, ഇവിടെയാ വളർന്നത്. ഇവിടെ തന്നെ കല്യാണം നടത്തണം ചേട്ടാ. കണ്ടോടാ സദാ, കല്യാണം കഴിഞ്ഞു പോയാലും അവള് പിറന്ന വീടിനെ മറന്നിട്ടില്ല. അവൾ എന്റെ പെങ്ങളല്ലേ. അപ്പൊ എല്ലാരും നോക്കി, കല്യാണം ശങ്കരാപുരത്തുള്ള സദയുടെ വീട്ടില്. അങ്ങനെ എഴുതിക്കോ. എന്തേടി, സന്തോഷായി എനിക്ക്? കല്യാണം നമുക്ക് അടിപൊളിയാക്കാം. ക്രോധിവരുടം വൈശാഖ ചിത്തം പഞ്ചമതിഥി വരുന്ന ശനിയാഴ്ച രാത്രി 8 മണിക്ക് വെങ്കടേശന്റെയും സുഗുണയുടെയും മകൻ ചൈതന്യയ്ക്കും സത്യനാരായണൻ, മീനമ്മ ഇവരുടെ ഏകപുത്രി കുമാരി മാനസി അവർക്കും മുതിർന്നവരുടെ സാക്ഷ്യത്തിൽ വിവാഹം നിശ്ചയിക്കും. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാം മംഗളകരമായിട്ട് നടക്കും. ഇത് വാങ്ങിക്കോളൂ. ഇതാ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം വിശ്വംധരം ഗഗനസദൃശം മേഘവർണം സുഗാംഗം. ആ കൃഷ്ണ, നീയും ഇവരും കൂടെ ചെന്ന് ആദ്യത്തെ ക്ഷണക്കത്ത് പെണ്ണിന്റെ വീട്ടിൽ. ശരിയെന്നാ, ഞങ്ങൾ പോയിട്ട് വരും. പോ. വാടാ. എന്താ ചെയ്യുക? എന്തുപറ്റി? കാലത്ത് തന്നെ ഭയങ്കര ആലോചനയാണല്ലോ. ഇന്ന് ഗ്രാമസഭ കൂടുന്നുണ്ട്. തീരുമാനമെടുക്കുന്നവരെ എന്റെ പകുതി ബുദ്ധിയെ പ്രവർത്തിക്കുള്ളൂ. അല്ലെങ്കിലും നിങ്ങൾ എല്ലാ ജോലിയും മുഴുവനും തീർക്കുന്ന ആളൊന്നും അല്ലല്ലോ. ചെന്ന് തീരുമാനം പറഞ്ഞിട്ട് വാ. ഇവളെ കെട്ടല്ലേടാന്ന് എന്റെ അമ്മ അന്നേ പറഞ്ഞതാ. എന്ത് ചെയ്യാനാ, അനുഭവിച്ചല്ലേ മതിയാകൂ. എന്റെ വിധി. ആ കാര്യം എന്താന്ന് പറയടോ, എന്താ പ്രശ്നം? ചേട്ടാ, ആ കോഴി എന്റേതാ ഏട്ടാ. അല്ല, ആ കോഴി എന്റേതാ. ഇവൻ കള്ളം പറയാ. ഇല്ല ഏട്ടാ, ഒരിക്കലും ഇല്ല. അവനെ കള്ളം പറഞ്ഞ സത്യമായിട്ട് ആ കോഴി എന്റേതാ. അല്ല അങ്ങുന്നേ, ഈ മുട്ടയാണ് സാക്ഷി. ആ കോഴി കൊണ്ടോ സൈസ്. നിങ്ങൾക്ക് കോഴിയുടെ ചരിത്രം അറിയാമോ? കോഴി നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ കോഴി, അവരുടെ വീട്ടിലാണെങ്കിൽ അവരുടെ കോഴി. അതല്ല എന്റെ വീട്ടിലാണെങ്കിൽ കോഴി കറിയായിരുന്നു. ചേട്ടാ, വേണമെങ്കിൽ ആ കോഴിമുട്ടയിൽ ഒരു DNA ടെസ്റ്റ് നമുക്ക് നടത്തി നോക്കാം. അപ്പൊ എന്റെ കോഴിയാണെന്ന് മനസ്സിലാവും. ഞാനെന്തിന് ടെസ്റ്റ് ചെയ്ത് നോക്കണം? എന്റെ തീരുമാനത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അല്ലെങ്കിൽ എന്റെ വാക്കിന് വിലയില്ലേ? ഇന്നസെന്റ് വില്ലേജേഴ്സ്, ഒരു തവണ വോട്ട് ചെയ്താൽ പിന്നെ അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾക്ക് ഡയലോഗ് പറയാൻ അവകാശമില്ല. പോടോ 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 പോ 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 ഓ പോട്ടെ. ആ ചേട്ടാ, വാ ചേട്ടാ, ഇരിക്കേട്ടാ, എന്റെ മോളുടെ കല്യാണ നീ നിന്റെ പെണ്ണുമോളും നേരത്തെ വന്നോളട്ടാ. ചേട്ടാ, മോളുടെ കല്യാണൊക്കെ ഗംഭീരാക്കാന്നേ. നമ്മുടെ പയ്യനെന്താ ജോലി? അവൻ കൊച്ചിയില് സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലിയാണ്. അത് കൊള്ളാലോ. മാസേ 2 ലക്ഷം രൂപ ശമ്പളം. കല്യാണം കഴിഞ്ഞ പിന്നെ എന്റെ മോളെയും കൂട്ടിയോണ്ടേ അമേരിക്കയിലേക്ക്. ഓ അല്ല ചേട്ടാ, എങ്ങനെ ഇത്ര നല്ലൊരു ബന്ധം കിട്ടിയേ? ചെക്കമ്മടെ സ്വന്താ. എന്റെ പെങ്ങളുടെ മോനാ. അവൾക്കൂടെ സ്വന്തമായിട്ട് 40 ഏക്കർ സ്ഥലമുള്ളേ. എന്തായാലും നമ്മുടെ മോള് ഭാഗ്യശാലി തന്നെ. പിന്നെ ഓരോരോ ഒഴിവ് അറിയാണ്ട് കല്യാണത്തിന് നേരത്തെ പെണ്ണും പിള്ളേം വിളിച്ചിട്ട് വീട്ടിലേക്ക് വന്നോളട്ടാ.
Quite exciting, sir. Our entire team is working on that, sir. Yes, sir. Just a minute, sir. Just a minute. ഹേയ് ശിവാജി ബ്രദർ, Hi. എന്ത് ചെയ്തോണ്ടിരിക്കുക? ആക്ച്വലി ക്ലയന്റ് മീറ്റിംഗിലാടാ. എന്തെങ്കിലും അർജന്റ് ആണോ? നീ എപ്പോഴും മീറ്റിംഗിൽ തന്നെ ആയിരിക്കും. എന്റെ കല്യാണം നിശ്ചയിച്ചു. അച്ഛൻ പറഞ്ഞു തരുന്നടാ, നിന്റെ കല്യാണം നിശ്ചയിച്ചു. ഇൻവൈറ്റ് നീ ചെയ്തിരുന്നു. എന്ത് വേണേലും ചെയ്തോ. ഞാനൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിലാടാ. ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ, ബൈ. ഇവൻ എപ്പോഴും ബിസി തന്നെ. ചേട്ടാ, ആ, എന്റെ മോൾക്ക് എപ്പോഴാ സോഫ്റ്റ്വെയറുകാരനെ കൊണ്ടുവരുന്നേ? ഹൈ, നിന്റെ മോൾക്ക് മാത്രല്ലടാ, ഇവിടെയുള്ള എല്ലാ പെങ്ങച്ചോർക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആലോചിക്കണല്ലോ. ഇങ്ങോട്ട് വേടാ. ശരി ചേട്ടാ. മരുവനെ, അമ്മാവാ മരുവനെ, പറമ്മാവാ. മോളുടെ കല്യാണ നേരത്തെ കൂട്ടി പറഞ്ഞട്ടാ. ഞാൻ വന്നോളാന്നേ. ഇന്നെന്റെ മോന്റെ പേരിടല. 2 ആടിനെ അറുത്തിരിക്കുന്നെ. ഇരിക്കമ്മാവാ, കഴിച്ചിട്ട് പോവാം. ഏയ്, അതിനൊന്നും സമയമില്ല. ഒരുപാട് ആൾക്കാർ ക്ഷണിക്കാണ്ട്. ഞാൻ പോയിട്ട് വരാം. ആ ശരി അമ്മാവാ. എടാ സദാ, ആ? ഈ കുഞ്ഞിനെ നീയാ പേരിടേണ്ടത്. ഞാനാ? ആ, അതെ ചേട്ടാ, നിങ്ങൾ തന്നെ ചെയ്യേ. ഉം. നമ്മുടെ നാട്ടില് സോഫ്റ്റ്വെയറുകാരെ തപ്പുന്നത് നീയല്ലേ? അപ്പൊ നീ തന്നെ വെക്കേ. ആ, വിബ്രോ വിബ്രോ വിബ്രോ. രാവിലെ നോക്കട്ടാ, പേര് ഞാനിട്ടെ. പാടാ. എന്താടാ, എന്ത് പേരാ ഇത്? ഇതിലൊക്കെ എന്തിരിക്കുന്നു മുത്തശ്ശ? ഇക്കാലത്ത് ഇങ്ങനത്തെ പേരിടുന്നതല്ലേ ഫാഷൻ. ഇതൊക്കെ അറിയോ നിങ്ങക്ക്? ഹൈ, ഓടറാ. എന്താ കളിക്കണേ? കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കണ മോനെ. ഭാവി സൂപ്പറാവണ്ടേ? വലുതായി കഴിയുമ്പോ നിനക്ക് എന്തുട്ടാവാൻ ആഗ്രഹം? ഓട്ടോ ഡ്രൈവറാ. എന്താ ചേട്ടാ ഇത്? എന്തിനാ എന്റെ ചക്കനെ തല്ലുന്നേ? ചേക്കനെ വളർത്തി വെച്ചണ്ടില്ലേ? വലുതാവുമ്പോ എന്താവാൻ ആഗ്രഹം എന്ന് വെച്ചപ്പോ അവന് ഓട്ടോ ഡ്രൈവറായാ മതി. എന്ത് ചെയ്യാനാ ചേട്ടാ, അവന്റെ കൂട്ടുകാർ അത്രക്കാരല്ലേ? ഇനി എങ്ങാനും നീ ഇവിടെ നരിസായി കളിക്കണ കണ്ട നിന്റെ 2 കിടുങ്ങമ്മണി പൊട്ടി ഞാൻ ചന്ത കൊടുക്കും. ഓർത്തു നീ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അതന്നെ.